ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യം കെട്ടിക്കിടക്കുന്നു. അധികൃതർ അറിഞ്ഞ് മട്ട് നടിക്കുന്നില്ലെന്ന് പരാതി. അകവും പുറവും നിറഞ്ഞ് കപ്പൂർ പഞ്ചായത്തിന്റെ വട്ടക്കുന്നിലെ മാലിന്യ സംഭരണ കേന്ദ്രം. കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. പരിസരത്ത് സാംക്രമിക രോഗം ഭീഷണിയെന്ന് നാട്ടുകാർ പറഞ്ഞു. സംഭരണ കേന്ദ്രത്തോട് ചേർന്ന് 32 കുടുംബങ്ങൾ ആശ്രയിക്കുന്ന പൊതുകിണർ മലിനപ്പെടുന്നതായും പരാതിയുണ്ട്. കിണറിനോട് ചേർന്ന് മാനദണ്ഡങ്ങൾ പാലിക്കാതെ സെപ്റ്റിക് ടാങ്കും നിർമ്മിച്ചെന്നും കുടുംബങ്ങൾ പറയുന്നു. മാസങ്ങളായി പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യം കെട്ടിടത്തിനുള്ളിൽ നിറഞ്ഞ് സ്ഥലമില്ലാതായതോടെ റോഡരികിലും കെട്ടിടത്തിന്റെ 4 ഭാഗങ്ങളിലും കൂട്ടിയിട്ടിരിക്കുകയാണ്. മഴ ശക്തമായതോടെ പരിസരത്ത് കൂടിക്കിടക്കുന്ന മാലിന്യ ശേഖരം റോഡിലേക്കും ഒഴുകുന്നുണ്ടെന്ന് ഇവർ പറഞ്ഞു. മാലിന്യം നീക്കം ചെയ്യണമെന്ന് മാസങ്ങളായി പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ലെന്ന് കുടുംബങ്ങൾ പരാതിപ്പെട്ടു. അതാണ് സത്യം. ഞാനാ തീരുമാനം ചെയ്തതാണ്. ഇന്നും ഞാൻ പോകുമ്പോൾ വെള്ളം ഇങ്ങനെ കെട്ടിയിട്ട് പോകുകയാണ്. ഈ മാലിന്യങ്ങള് പൊന്തി വരികയാണ്. വെള്ളം പെടുന്ന അങ്ങോട്ട് എടുത്ത് കിടും. കത്തിക്കഴിഞ്ഞാലുള്ള അവസ്ഥ ഒരു തീപ്പെട്ടിക്കൊല്ലി മതി ഈ വിഷയം. അപ്പൊ തീരെ ഒരിക്കലും സുരക്ഷിതമല്ലാത്ത രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മാറ്റം വരുത്തണം. അതാണ് നമ്മളെ ഇതിന്റെ ബാക്കിൽ കക്കൂസ്. നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇത് ഞങ്ങൾക്ക് 2 സ്ഥലം വാങ്ങാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ ഞങ്ങൾ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. 1 സെന്റ് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ വട്ടത്തിന് പോലെ വന്നിട്ട് ഒരു വെള്ളം കിടക്കില്ല. ഞങ്ങൾ വീടുകളൊക്കെ ഒന്ന് കയറി നോക്കി വെക്കും. വിഷയത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് തന്നെ മണ്ഡലത്തിലെ മാലിന്യ പ്രശ്നത്തിൽ പരിഹാരം കാണാനാകുന്നില്ലെന്നും അടിയന്തര നടപടി ഉണ്ടാകണമെന്നും മുൻ MLA VT ബൽറാം പ്രതികരിച്ചു. ഇതാണ് നിയോജക മണ്ഡലത്തിലെ കപ്പൂർ പഞ്ചായത്തിലെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി. സംസ്ഥാനം മുഴുവൻ മാലിന്യ സംസ്കരണം വളരെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് അവകാശപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിലെ അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയുടെ പ്രസിഡന്റ് ഉള്ള ഒരു പഞ്ചായത്തിലെ ഈ അവസ്ഥ മനസ്സിലാക്കണം എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത് തന്നെയാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നാഗലശ്ശേരി പഞ്ചായത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. ഇത് തന്നെയാണ് തിരുമറ്റക്കോട് പഞ്ചായത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ ഈ പ്രദേശത്തൊക്കെ ഈ മാലിന്യ സംസ്കരണം ഒരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. ഈ കളക്ട് ചെയ്യുന്ന മാലിന്യങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും യാതൊരു സംസ്കരണവും ഇല്ലാതെ കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ മഴക്കാലത്ത് ഒരു വലിയ ആരോഗ്യ പ്രശ്നമായിട്ട് അത് മാറുന്നുണ്ട് എന്നുള്ളത് ഇനിയെങ്കിലും ഭരണാധികാരികൾ കണ്ണു തുറന്ന് കാണണമെന്നുള്ള ഒരു വിനയപ്രസരമായ അഭ്യർത്ഥനയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വയ്ക്കാനുള്ളത്. അതുകൊണ്ട് ആരോപണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ പറഞ്ഞു. മുൻ MLAയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രദേശത്തെ വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാനായി പ്രദേശം സന്ദർശിച്ചതാണെന്നും ഷറഫുദ്ദീൻ കളത്തിൽ മാധ്യമങ്ങൾക്ക് മറുപടി നൽകി. പ്ലാസ്റ്റിക് തരംതിരിക്കുന്നതിനായുള്ള യൂണിറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കെട്ടിടത്തിനകത്ത് നടക്കുകയാണെന്നും അതിന്റെ അസൗകര്യം മാത്രമാണുള്ളതെന്നും മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച് കപ്പൂരിലെ മാലിന്യം നീക്കം വേഗത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. NCV ന്യൂസ് തൃത്താല. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി കുടുംബത്തിന്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കായി ഇല്ലം നിറയും തൃപ്പുത്തിരിയും ആഗസ്റ്റ് 11 ഞായറാഴ്ച ആഘോഷിക്കുന്നു. ഇല്ലം നിറ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് ഭക്തിപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.